അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അനിയത്തിൻ്റെ വീട്ടിൽ പോയതും പിന്നെ വേറെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖമെന്നുള്ള മനസ്സിന് എന്തെന്നില്ലാതെ ഒരു സന്തോഷമാണ്. ഞാൻ ഇന്നലെ ഒരാളെ ഡെൻമൈ ലൈഫ് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി അബുദാബിയിലാണ്. അവള് പറയുന്നുണ്ട് ഇവിടെ നല്ല ചൂടാത്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയാണ് കേട്ടാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് നല്ല ചൂടാണ്. അന്നേരം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാ ഈ ചൂടിനൊന്നും ഇവിടെ വരാൻ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്, നാട്ടിൽ തന്നെയാണ് നല്ലത്. ഇവിടുത്തെ ചൂടല്ലല്ലോ അവിടാന്ന് വെച്ചാൽ അമ്മാതിരി ശരീരം പൊള്ളി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും, ഈ ചൂട് സമയത്ത് എങ്ങനെയാണ് അവിടെ പണിക്ക് പോകുന്നവരെ സമ്മതിക്കണം, അമ്മാതിരി ചൂടല്ലേ. അതും പിന്നെ എന്താ പറയാ, അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവില്ലേ. അവിടെ പോയാൽ അവിടെ പോയിട്ട് എന്താ പറയാ, നാട്ടിലുള്ള ചൂടൊന്നും ഒന്നുമില്ല അവിടെ. ഞാൻ എന്നിട്ട് പറയൂ, ഇവിടെ AC ഒന്നും ഇല്ലെങ്കിൽ ആരാപ്പോ ഇവിടെ നിൽക്കാ, ഓടിപ്പായുമല്ലോ. അതില്ലേ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് പൂരിയാണ് കേട്ടോ. അത് എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിട്ട് ഏകദേശം ഒരു 8:30 മണി എന്തായാലും ആയിട്ടുണ്ട്. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്നതാണ്. പിന്നെ എന്നിട്ട് പറയും ഇവിടെ കിടക്ക് നല്ല തണുപ്പാന്നല്ല, അതങ്ങനെ അവിടെ കിടന്ന് പോകും. അപ്പം പിന്നെ എണീറ്റപാട് ഇതൊക്കെ പൂരി ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, കുണ്ടിനായിട്ട് എണീച്ച് വരുന്ന പോലെയുണ്ട്. പിന്നെ തലേന്ന് പച്ചരി കുതിർത്ത് വെക്കാനാണെങ്കിൽ മറന്നു പോയിട്ട്. പിന്നെ മോളും പറഞ്ഞ് കുറച്ച് ദിവസമായില്ലേ പൂരി എന്നിട്ട് ഇന്ന് പൂരി ഉണ്ടാക്കാന്ന്. അങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നത്. എനിക്ക് പൂരിക്ക് എന്താണെന്ന് അറിയില്ല, പൂരി അത്ര വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പൂരി ഞാൻ ഉണ്ടാക്കും, പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കൂല. അപ്പം അത് കഴിക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും പൂച്ചമീനായിട്ട് വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്ത് എനിക്ക് മാത്രം പൂച്ചമീൻ ഉണ്ടാക്കി. അപ്പം നിങ്ങൾ വിചാരിക്കുക, എല്ലാ മക്കൾക്ക് വേണ്ടേന്ന്. മക്കൾ മത്തി കൂട്ടാറില്ല, ഒരാൾ കൂട്ടില്ല, ഒരാളെ കൂട്ടും. അപ്പം എനക്കും ചെറിയ മുക്കും കൂടി ഞാൻ മത്തി പെരുക്കിയിട്ട് പൂരിൻ്റെ കൂടെ. അവർക്ക് കറിയുണ്ട്, ഞാൻ കറി കൂട്ടൂല. പിന്നെ ഞങ്ങൾക്ക് പൂരി അത്ര വലിയ ഇതില്ല. പക്ഷെ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പൂരിയല്ല എന്തും ഞാൻ കഴിക്കും. അങ്ങനെയാണ്. അങ്ങനെ രാവിലത്തെ കത്തൻ്റെ പരിപാടിയും കഴിഞ്ഞ് ക്ലീനിങ്ങിൻ്റെ പരിപാടിയും ചെറുതായിട്ട് കഴിഞ്ഞ്. പിന്നെ ഉച്ചക്ക് പിന്നെ ചോറുണ്ടാക്കേണ്ട കറി ഉണ്ടാക്കേണ്ട പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ തീറ്റി അനിയത്തിൻ്റെ വീട്ടിലാണ്. പിന്നെ അവിടെ നല്ല ബിരിയാണിയൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ പോവുകയാണ് ഗൈസ്. എനിക്ക് 2 അനിയത്തിമാരുണ്ട്. ഒരു അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഹജ്ജിന് പോക്കാണ്. അപ്പോൾ അവിടെ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്, നമ്മളെ ക്ഷണിച്ചിരുന്ന. അങ്ങനെ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. ഞാനുണ്ട്, മക്കളുണ്ട്, അനിയത്തിയുണ്ട്, മക്കളുണ്ട്, ഉപ്പയുണ്ട്. ഉമ്മ പിന്നെ തലേന്ന് നേരത്തെ കാലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വരെ പോകുന്നില്ല എന്ന് പറഞ്ഞാണ്. എനിക്ക് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് പണികളൊക്കെ വീട്ടിലുണ്ട്. ഒരാഴ്ചയായി ഇങ്ങനെ പോക്ക് വരവൊക്കെ തന്നെയാണ്. അതിനിടയ്ക്ക് എൻ്റെ പണികളൊക്കെ ഞാൻ എങ്ങനെയാലും തീർക്കും. പിന്നെ അന്നേരം കുറച്ച് വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ എന്താ ചെയ്യേണ്ടത്, നല്ല മഴയുണ്ട്. അനിയത്തിയും മക്കളൊക്കെ ബസ്സിന് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ ഉപ്പാനും മക്കളെ അനിയത്തിനൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും വരാം, നിങ്ങൾ ഒറ്റക്ക് ബസ്സിന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഇറങ്ങിയതാണ് ഗൈസ്. അങ്ങനെട്ടാ വണ്ടി നമ്മൾ താല് പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് പോവുകയാണ് ഗൈസ്. അവളെ വീട് വരുന്നത് കുറച്ച് മേലോട്ടാണ്. അപ്പോൾ വണ്ടി ഞാൻ അവിടത്തേക്ക് കയറ്റിയിട്ടില്ല. വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് മേലിലേക്ക് നടന്ന് കയറാന്ന് വിചാരിച്ച്. കുറേ അല്ലേ ഇങ്ങനെയൊക്കെ നടന്നിട്ട്, വണ്ടി ഉള്ളത് എപ്പോൾ വണ്ടിയിൽ തന്നെയല്ല ഇങ്ങനെ പോകുന്നു. അപ്പോൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയിട്ട് അവളെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് അവളെ വീട്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എപ്പോഴാണ് ഹജ്ജിന് പോകുന്നത്. ഇന്നല്ല പോകുന്നത് കേട്ടോ, നെക്സ്റ്റ് മന്ത് 7-നാണോ 8-നാണോ അങ്ങനെയായിട്ടാണ് തോന്നും. അപ്പോൾ ഇന്ന് പിന്നെ ചെറിയൊരു പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നതാണ്. ഏകദേശം ഒരു 1 മണിയെല്ലാം ആയിട്ടുണ്ട് നമ്മളിവിടെ കയറുമ്പോൾ. എന്താ പറയുക, എനിക്ക് നല്ല വിശപ്പുണ്ട്.
എന്തല്ലേ ബീഫ് ബിരിയാണി, പിന്നെ അൽസ, അങ്ങനത്തൊക്കെ ഉണ്ട് തോന്നുന്നു. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉമ്മ പിന്നെ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോ എടുത്തതാ നമ്മൾ ഇറങ്ങിയിട്ടാ. ഒരു 5:30 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊന്നും അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും അങ്ങനെ വീഡിയോ എടുക്കുന്നത് അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് കുറച്ച് മാത്രം ഒപ്പിച്ച് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ വീഡിയോ എടുത്ത് അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ എത്തി എല്ലാം പെട്ടെന്നുള്ള പരിപാടി അത് വീഡിയോയിലേക്ക് എടുത്തത്. അങ്ങനെ എൻ്റെ വണ്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കാറുണ്ട്. നല്ല ചളിയൊക്കെ വണ്ടിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെയാണ് ഇപ്പോഴത്തെ പണി. വീട് ക്ലീനിങ്ങിൻ്റെ കൂടെ ഇപ്പം ഈ ഒരു ക്ലീനിങ്ങും കൂടി എനിക്കായി. പിന്നെ എന്തായാലും 2 ദിവസം കൂടുമ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് പുറത്ത് പോവും. പിന്നെ ഇപ്പം മഴൻ്റെ സമയമാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും വണ്ടിക്ക് ചളി ഇതൊക്കെ ഉണ്ടാകും. ദിവസം വൃത്തിയാക്കലെന്നെ പണി ഗൈസ്, ദിവസം വൃത്തിയാക്കലെന്നാണ്. ഇങ്ങനെ വെള്ളം അടിച്ച് കഴുകും. വെള്ളം അടിച്ചു കൊടുത്താൽ എന്താ പറയുക, നല്ലൊരു വൃത്തിയെല്ലാം ഉണ്ടാകുക. ടയറിനൊക്കെ ചളിയെല്ലാം കാണുമ്പോൾ ഇതല്ലോ അത് പ്രാന്ത് പിടിക്കുന്നത് എന്താ പറയുക. അങ്ങനെ ഞാൻ വീട്ടിൽ അകത്ത് കയറിയിട്ടൊന്നുമില്ല, പുറത്തുനിന്ന് തന്നെ വണ്ടിനെ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് കുളിക്കാമല്ലോ. പിന്നെ എന്താ പറയുക, ഏകദേശം സമയം 6 മണിയെല്ലാമായിട്ടുണ്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ. ഇപ്രാവശ്യം മഴ പെയ്ത് നോക്കുമ്പോൾ മുറ്റവും റോഡും ഒക്കെ ഇങ്ങേ ഭാഗത്തൊക്കെ നല്ലോണം അലാക്കായിട്ടുണ്ട്. ഒന്നാമത് ഈ ഗ്യാസിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ പൈപ്പിടാൻ വേണ്ടിയിട്ട് കീറൊക്കെ ചെയ്തിട്ടല്ല. അപ്പം പിന്നെ മഴയും കൂടി പെയ്ത് നോക്കുമ്പോൾ നന്ന അലാക്കായിട്ടുള്ളത്. എന്താ പറയുക, പെട്ടെന്ന് വണ്ടിക്കൊക്കെ ചളി പിടിക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ പിറ്റേ ദിവസം വെച്ചതാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുറച്ച് പുട്ടാണ് ഉണ്ടാക്കിന്. രാവിലെ തന്നെ പുട്ടുണ്ടാക്കി. അങ്ങനെ എനിക്ക് പിന്നെ ഇന്നും ഒന്ന് ടൗണിൽ പോകാനുണ്ടായിരുന്നു. ദിവസം ബുക്ക് വരവ് ഇതൊക്കെ തന്നെയാണ് കൈസ്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാതിലെൻ്റെ ഒരു മുത്ത് വീണ്ടും കുറേ ആയി. ഞാനതങ്ങ് ഒഴിവാക്കിയതാണ്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വണ്ടിയിൽ നിന്ന് കിട്ടി കേട്ടാ. അതൊക്കെ എന്താ പറയുക, അതാ പറയുന്നത്. പിന്നെ നമുക്ക് ഏകിയത് നമ്മളെ കയ്യിൽ എപ്പായാലും വന്നെത്തുന്നല്ലേ. ഞാനത് ഒഴിവാക്കിയതാണ്, കിട്ടൂല എന്ന് വിചാരിച്ചിട്ട്. ചെറിയൊരു മുത്തല്ലേ, അപ്പോൾ ഒഴിവാക്കിയതാണ്. അങ്ങനെ ഇതവിടെ എന്താ പറയുക, ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മലബാറിൽ വന്നിട്ടുണ്ടായിരുന്നു. ടൗണിൽ മലബാർ ജ്വല്ലറിയിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത്. ഇവിടുത്തെ മലബാറിൽ നിന്നല്ല, ദുബായിലുള്ള മലബാറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കൊടുത്താൽ അവർ അങ്ങനെ ശരിയാക്കി തരുമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ടൗണിൽ ചെറിയ ആവശ്യത്തിനൊക്കെ വന്നതാണ്. ആ കമ്മൽ ശരിയാക്കാനും പിന്നെ വേറെ 2-3 ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ എടുത്ത് അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ കൊടുക്കണ്ടെന്ന് വെച്ചാണ്. പിന്നെ വിചാരിച്ചാൽ അത് അവിടെ നിൽക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വേറെ വീഡിയോൻ്റെ പറയാം ഇൻക്ലൂഡ് ആക്കാന്നെല്ലാം വെച്ചാണ്. അപ്പം എന്താ പറയുക, കൂടുതലായിട്ട് ഇതൊന്നും പറയാനൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ബൈ.